നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ എത്ര പേരാണ് ഇന്ത്യക്കാരായിട്ട്, അതായത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലീഗലായിട്ട് ഉള്ള എത്ര അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു 95% ആളുകളും ഇന്ത്യൻ പൗരന്മാരല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോഴത്തേനും SAR വോട്ടർ ലിസ്റ്റാണ്. SAR വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഏകദേശം ഒരു 99% ആളുകളും. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേന് SAR പ്രക്രിയ കഴിഞ്ഞ ജനുവരിയോടുകൂടി പൂർത്തീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതേ പ്രക്രിയ തന്നെയാണ് വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും SAR പ്രക്രിയ പൂർത്തീകരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയൊക്കെ പുറത്താവുകയൊക്കെ ചെയ്ത ഒരു സംഭവവികാസം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിലും ആസാമിലൊക്കെ എന്ന് പറയുമ്പോഴത്തേന് വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട് പോയി. അപ്പോൾ ആ ഒരു പ്രക്രിയ കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതമാണ്. ഇത്രയും ഒരു എന്താ പറയുക, ആ ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ഈ ആളുകളുടെ ഈ ഒരു ത്വര എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. നല്ല കാര്യമല്ല, എല്ലാവരും പോയിട്ട് വരട്ടെ എന്ന രീതിയിൽ എന്ന് പറയുമ്പോഴത്തേനും സന്തോഷത്തോടു കൂടി ആ ഒരു പ്രക്രിയ ഞാൻ നോക്കിയിട്ടുണ്ട്. പോയിട്ട് ഈ വന്ന ആളുകളുണ്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് വോട്ടൊക്കെ ചെയ്തു. ചെയ്ത് എവിടെ കൈയൊന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചു. നോക്കിയപ്പോഴത്തേനും ഒറ്റ ഒരു തന്നെ കയ്യിൽ വേറലില്ല, മഷിയിൽ ഇങ്കില്ല. ബ്ലാക്ക് മഷി ഉണ്ടല്ലോ, മഷി, ഈ വോട്ട് ചെയ്തു എന്നതിൻ്റെ അടയാളമായിട്ട് പുറത്തുനിന്ന് മഷി ഒറ്റ ഒരു തന്നെ കയ്യിലില്ല. ചോദിച്ചപ്പോൾ പറയാം, അവനൊക്കെ സോപ്പിട്ട് കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് പോയി. പറഞ്ഞ റീസൺ അതാ. ഓരോരുത്തന്മാർ ഏകദേശം ഇവിടെ ഉള്ള ഒട്ടുമിക്ക, എനിക്ക് പരിചയമുള്ള ഒട്ടുമിക്ക എല്ലാ വായിമാരും ഒറ്റ തന്നെ കയ്യിലില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, 9-ാം തീയതി വോട്ട് ചെയ്ത എൻ്റെ കയ്യിൽ ഇതുവരെയായിട്ടും ഇതിൻ്റെ ഒരു മഷി പോയിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഈ 9-ാം തീയതി വോട്ട് ചെയ്ത എൻ്റെ അവസ്ഥ ഇതാണ്. 23-ാം തീയതി 29-ാം തീയതി വോട്ട് ചെയ്ത ഉമറുടെ കയ്യിൽ എന്ന് പറയുമ്പോഴത്തേനും മഷിയിലൊരു പോക്കുമില്ല. അതെന്താ കാരണം? എന്നോട് ചോദിക്കുകയാണെങ്കിൽ SAR വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒരു വ്യക്തിയും ഇന്ത്യൻ സിറ്റിസൺ അല്ല. കാരണം എന്ന് പറയുമ്പോഴത്തേനും നിയമപരമായിട്ടുള്ള രേഖകളില്ലാതെ ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, SAR വോട്ടർ ലിസ്റ്റുമായിട്ട് ഉൾപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം എന്ന് പറയുന്നത്, ആ വ്യക്തി 1987 മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് വേറെ രേഖകളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമെന്ന് പറയുമ്പോഴത്തേനും സ്വന്തം രേഖ വെച്ച് തന്നെ ജനന സർട്ടിഫിക്കറ്റോ SLC ബുക്കോ അങ്ങനെ പറഞ്ഞാൽ, അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേന് 1987 മുമ്പുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ, അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേന് LICയുമായിട്ട് ബന്ധപ്പെട്ട രേഖകളോ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തന്ന ഏതെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോഴത്തേന് അയാൾക്ക് SARൽ രജിസ്റ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോട്ടെ, ഇപ്പോൾ അതില്ല എങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേനും അയാളെന്ന് പറയുമ്പോഴത്തേനും ഈ പെർമനൻറ്റ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ അപേക്ഷ കിട്ടാവുന്നതേ ഉള്ളൂ, അത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രക്രിയ വഴി നമുക്ക് എടുക്കാവുന്ന നമ്മളുടെ കയ്യിലുള്ള രേഖകളാണ് അതൊക്കെ. ഈ പറഞ്ഞ രേഖകൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ SARൽ ഉൾപ്പെടാത്തതായിട്ടുള്ളത്. ആ വ്യക്തികൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഇന്ത്യൻ പൗരന്മാരല്ല. അവർ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവരാണ് അവരൊക്കെ, ബംഗ്ലാദേശിൽ നിന്നൊക്കെ. അങ്ങനെയുള്ളവർക്കെന്ന് പറയുമ്പോൾ ഇതിൻ്റെ രേഖകളുണ്ടാവത്തില്ല. ശരിയല്ലേ? അപ്പം നമുക്ക് ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ നമുക്കിപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ രേഖയും ഉണ്ട്. ഏതെങ്കിലും ഒരു രേഖ മതി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു രേഖയില്ലാത്തതിന് എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺ ആവുന്നത്? ആ രേഖകൾ ഉൾപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ SAR എന്ന് പറയുമ്പോഴത്തേനും ഈ ഉൾപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ 2002 വോട്ടർ ലിസ്റ്റിൽ അയാളോ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അയാളുടെ ഗ്രാൻഡ് പേരൻസും ഉൾപ്പെടണമെന്നുള്ളതാണ്. ശരി, ഈ പറഞ്ഞ ആരും ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആരും ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ 1987 മുമ്പ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ രേഖ. 1987 മുമ്പ് ജനിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം രേഖ, ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേന് ആ സമയത്തുള്ള
പോസ്റ്റ് ഓഫീസിലെ രേഖകൾ, അതുപോലെ തന്നെ LICയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ ആ സമയത്ത് ബാങ്ക് ഡീറ്റെയിൽസ്, ഇതൊക്കെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാത്തവൻ എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവുന്നത്? അപ്പം അതല്ല 1987 ശേഷം ജനിച്ച വ്യക്തികൾ, 1987 തൊട്ട് 2004 വരെയുള്ള ഈ ഒരു കാലയളവിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രേഖയും അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ രേഖ വേണം എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ ഈ സാധനം തന്നെ, ബാങ്കിൻ്റെ പാസ്ബുക്കും അതും ഇതൊക്കെ, അത് 1987 മുമ്പുള്ളവരാണ് പാസ്ബുക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റോ, അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേനും ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലൊക്കെ എന്ന് പറയുമ്പോഴത്തേനും അയാളുള്ള ആ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന രേഖകൾ ഈ പറഞ്ഞ ഏതെങ്കിലും എന്ന് പറയുമ്പോഴത്തേനും സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ലാത്ത വ്യക്തികൾ മാത്രമേ ഉള്ളൂ SIRൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ 90 ലക്ഷം പേരാണ് വെസ്റ്റ് ബംഗാളിൽ പുറത്തായിരിക്കുന്നത്. ഇവരാരെന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യക്കാരല്ല, അനധികൃതമായിട്ട് കുടിയേറി വന്നവരാണ്. അവനും 2002 വോട്ടർ ലിസ്റ്റിലില്ല, അവൻ്റെ മാതാപിതാക്കളും 2002 വോട്ടർ ലിസ്റ്റിലില്ല, അവൻ്റെ ഗ്രാൻഡ് പേരൻസും 2002 വോട്ടർ ലിസ്റ്റിലില്ല. വോട്ടർ ലിസ്റ്റിലില്ല എന്ന് മാത്രമല്ല, ഒരു രേഖ അവന്മാരുടെ കയ്യിൽ ഇല്ലാതാണ്. കേരളത്തിൽ പിന്നെ എന്നാ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വന്ന് കയറി നിറങ്ങിയിട്ട് പോകാമല്ലോ. അങ്ങനെയുള്ള സാഹചര്യമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കേരളത്തിലെന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ ഉള്ള അന്യസംസ്ഥാന തൊഴിലാളികളിൽ എത്ര പേരാണ് ലീഗലായിട്ട് SIR വോട്ടർ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടവരും ലീഗലായിട്ട് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന ആ ഒരു സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള എത്ര പേരാണ് നമ്മുടെ കേരളത്തിലുള്ളത്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ 99% ആൾക്കാരും അല്ല എന്നുള്ളത് തന്നെയാണ്. അക്കോർഡിംഗ് ടു ദ SIR വോട്ടർ ലിസ്റ്റ്, ഇന്ത്യൻ സിറ്റിസൺസ് അനധികൃതമായിട്ട് കുടിയേറി വന്നവരാണ്. അവരാണ് ഇവിടെ അവർ തോന്നിയ രീതിയിലുള്ള, പെരുമ്പാവൂരിലൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ. പബ്ലിക്കായിട്ട് ഒരുത്തൻ നിന്നാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേനും ഈ ഇഞ്ചക്ട് ചെയ്യാണ് മയക്കുമരുന്നൊക്കെ പബ്ലിക്കായിട്ട്, പട്ടാപ്പകൽ നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുക. എന്താ അല്ലേ? നല്ല രസമാണ്, നല്ല അടിപൊളി സംഭവമൊക്കെയാണ്.